CPM എന്നുള്ള പാർട്ടി സ്ത്രീകളെ മുഴുവൻ ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. പ്രതിപക്ഷത്തുള്ള സ്ത്രീകളോടൊക്കെ CPM-ന്റെ ആൾക്കാർക്ക് എന്തൊരു ബഹുമാനമാണെന്ന് അറിയോ? ആർഷോ എന്ന് പറയുന്ന ഒരു കുട്ടി സഖാവ് ഉണ്ടല്ലോ, ആർഷോനൊക്കെ എന്ത് ബഹുമാനമാണെന്ന് അറിയോ? തന്റെ കൂടെ പഠിക്കുന്ന തന്റെ എന്താ പറയാ സഹപാഠികളായ വിദ്യാർത്ഥി നേതാക്കളെ കുറിച്ച്, വിദ്യാർത്ഥിനികളെ കുറിച്ച് എന്തൊരു ബഹുമാനമാണെന്ന് അറിയോ ആർഷോ സഖാവിന്? ആർഷോ സഖാവാണ് ആ സമര വേദിയിൽ വെച്ചിട്ട് പറഞ്ഞത്, എടി പെലച്ചി, നിനക്ക് തന്നില്ലാത്ത കുട്ടീനെ ഞാൻ ഉണ്ടാക്കി തരുമടി എന്ന് പറഞ്ഞ ആർഷോ നമുക്ക് കൈയടിക്കണം. അതാണ് CPM. കാരണം ആ സ്ത്രീ സഖാവിനെ ആർഷോ എന്ത് ചെയ്തതാണ്? ആർഷോ അഭിനന്ദിച്ചതാണ്. എടി പലച്ചി എന്നാണ് വിളിച്ചത്. എടി പലച്ചി, നിനക്ക് ഞാൻ തന്തയില്ലാത്ത കുട്ടീനെ ഉണ്ടാക്കി തരുമടി എന്ന് പറഞ്ഞ ആർഷോ മഹാനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും കേൾക്കില്ലട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില സമയത്ത് ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല. നമുക്കറിയാലോ, ഈ നവകേരള സദസ്സ് നടന്ന കാലത്ത് തന്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഈ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസുകാരെ, KSUക്കാരെ ഒക്കെ മുട്ടൻ വടി കൊണ്ട്, ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമെറ്റ് കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞെന്താണ്? ഓ, ഞാനൊന്നും കണ്ടിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടായിരുന്നില്ല, അത് രക്ഷാപ്രവർത്തനമാണ്. ഇനി അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ അത് രക്ഷാപ്രവർത്തനമാണ്. കാരണം അവരെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ്. അന്നേരം ഈ നമ്മുടെ ഡിവൈഎഫ്ഐക്കാരെങ്കിൽ ഗൺമാൻ ഇറങ്ങും. എന്റെ ഗൺമാൻ ഇറങ്ങിയിട്ട് മുട്ടൻ വടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കും. എന്തിന്? ഇത് ഞങ്ങളെ രക്ഷിക്കുകയാണെന്ന്. ആരെ രക്ഷിക്കുക? യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഞങ്ങളെ രക്ഷിക്കുകയാണ്. ഇതാണ് രക്ഷാപ്രവർത്തനം. ഇതാണ് കാരണഭൂതം പറയുന്നത്. നമുക്കാർക്കും മനസ്സിലാവില്ല. കാരണഭൂതത്തിന്റെ ചില രാഷ്ട്രീയ വിശകലനങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ കാരണഭൂതം പറയുന്നു, ഇത് വളരെ മോശമായിപ്പോയി, ഇത് വളരെ എന്താ പറയാ ഏറ്റവും നിന്ദ്യമാണെന്ന് നമ്മളെല്ലാരും പറയുന്നുണ്ടല്ലോ. യു പ്രതിഭയായാലും KK രമയായാലും അനിതാ ബാബു ആയാലും എന്താ പറയാ എത്തരത്തിലുള്ള ഏത് രാഷ്ട്രീയ നേതാവായാലും, ശോഭാ സുരേന്ദ്രനായാലും ഒരു പാർട്ടിയിലെയും വനിതാ നേതാക്കളെ ഇത്തരത്തിലുള്ള ശാരീരികമായ അധിക്ഷേപം നടത്താൻ പാടില്ല. അത് ഇർഷാദ് ചെയ്ത് തെറ്റാണ്, ആർഷോ ചെയ്തത് തെറ്റാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർഷോ ചെയ്തത് തെറ്റാണെന്ന് പറയില്ല. ആർഷോ മാത്രമാണോ? എം എം മണി എത്രയൊക്കെ പേർക്കതിരെ പൊമ്പിളെ ഒരുമേ സമരം നടത്തുമ്പോ എം മണി പറഞ്ഞതാണ്, ഓരവിടെ മറ്റേ പരിപാടിക്കായിരുന്നു ആ പെണ്ണുകൾ പോയത് എന്ന് പറഞ്ഞ ആളാണ് എം മണി. KK രമയെ കുറിച്ച് പറഞ്ഞത്, നിയമസഭയിൽ വെച്ച് KK രമയെ അധിക്ഷേപിച്ച വാക്കുകൾ ഞാൻ വീണ്ടും പറയുന്നില്ല. അതിൽ എം മണി മാപ്പ് പറഞ്ഞിരുന്നു. പിന്നീട് ആരൊക്കെ? എളമരങ്കരി ഒട്ടും മോശമല്ല കേട്ടോ. ഈ ഒഞ്ചിയത്ത് എനിക്ക് തോന്നുന്നു CH അശോകൻ അനുസ്മരണ എന്താ പറയാ സമ്മേളനം നടക്കുന്നതിനിടെ ഈ CH അശോകൻ എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരന്റെ 51 വെട്ടിക്കൊന്ന ആ സംഭവത്തിൽ കോടതി ശിക്ഷിച്ച ആളാണ്. ഈ വധ ഗൂഢാലോചനയിലൊക്കെ പങ്കെടുത്ത ആളാണ് CH അശോകൻ. ഈ CH അശോകന്റെ ചരമവാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ എളമരങ്കരി പ്രസംഗിച്ചത് ഈ KK രമ ഒറ്റുകാരിയാണ് KK രമ എന്നാണ് പറയുന്നത്. KK രമ മറുപടി കൊടുത്തു. ആരാണ് ഒറ്റുകാരൻ? പാർട്ടിയെ ഒറ്റിക്കൊടുത്തത് ആരാണ് എന്ന് വെറുമൊരു കരാർ തൊഴിലാളിയായിരുന്ന എളമരങ്കരിയും ഇന്ന് പാർട്ടിയെ ഒറ്റിക്കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പാർട്ടിയെ ഈ രീതിയിൽ പണയപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പാർട്ടിയെ ഈ രീതിയിൽ വിറ്റഴിച്ചുകൊണ്ടാണ് ഈ സ്ഥാനത്ത് എത്തിയത്. താൻ അങ്ങനെ ഒരു വിൽപ്പനയും നടത്തിയിട്ടില്ല എന്ന് KK രമ പിന്നീട് പറഞ്ഞു. അത് നമ്മൾ കേട്ടു. ഇങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ. അനിതാ ബാബു, കായംകുളത്ത് തന്നെ നേരത്തെ മത്സരിച്ചിരുന്ന അനിതാ ബാബു, അവരൊരു പശുവിനൊക്കെ വിറ്റിട്ട് പാലൊക്കെ വിൽപ്പന നടത്തിയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കേട്ടോ അനിതാ ബാബു. ആ അനിതാ ബാബുവിനെ കുറിച്ച് ആരിഫ് പറഞ്ഞെന്തായിരുന്നു അറിയോ? അതായത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ പാൽ സൊസൈറ്റിയിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പല്ല എന്ന് പറഞ്ഞ പാൽക്കാരി, അതായത് അനിതാ ബാബു ഒരു പാൽക്കാരി പെണ്ണാണ് എന്ന രീതിയിൽ ആരിഫ് ഈ അധിക്ഷേപിച്ചതാണ്. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങളിൽ ഈ പറയുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെതിരെ ആരും മുഖ്യമന്ത്രി മിണ്ടാറില്ല. കാരണം മുഖ്യമന്ത്രി ഒന്നും കേൾക്കില്ല, അല്ലെങ്കിൽ കാണില്ല. ഇതാണ് മുഖ്യമന്ത്രി സാധാരണ ചെയ്തത്. അപ്പോഴാണ് യു പ്രതിഭയുടെ ഒരു കാര്യം. യു പ്രതിഭ എന്താ പറയുക, ഇങ്ങനെ ഏങ്ങലടിച്ച് കരയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ ആക്ഷേപകരമായി യു പ്രതിഭ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ച്. അതായത് കായംകുളത്ത് ഡിവൈഎഫ്ഐയുമായി യു പ്രതിഭ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിലെ വനിതാ മാധ്യമ പ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ യു പ്രതിഭയാണ് വനിതാ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത്, ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ ശരീരം വിൽപ്പന നടത്തുന്നവരാണ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന യു പ്രതിഭയാണ് കേട്ടോ. അന്ന് യു പ്രതിഭക്ക് അതൊരു ശാരീരിക അവഹേളനമാണെന്ന് തോന്നിയിട്ടില്ലല്ലോ. ഇപ്പോ
പ്രതിഭയോട് ഇർഷാദ് പറഞ്ഞത് നിങ്ങളുടെ ശാരീരിക അഴക് ഉപയോഗിച്ചുകൊണ്ട് അത് വിൽപ്പനക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രതിഭ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. നിങ്ങൾ ശരീരം വിൽപ്പന നടത്തിക്കൊണ്ടാണ്, നിങ്ങളുടെ ശരീരം വിൽപ്പന നടത്തിക്കൊണ്ട് ആണ് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. തെരുവിൽ ശരീരം വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന തെരുവ് വേശികളെക്കാൾ അതപ്പതിച്ചവരാണ് നിങ്ങൾ എന്ന തലത്തിൽ ആ തെരുവിൽ ഒരു മാർഗവുമില്ലാതെ സ്വന്തം ശരീരം വിൽപ്പനക്ക് വെക്കേണ്ടി വരുന്ന ഗതികെട്ട ആ സ്ത്രീകളെ പോലും ആക്ഷേപിച്ചുകൊണ്ട് അവരെ പോലെയാണ് നിങ്ങളുടെ ശരീരം വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് എന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ അവഹേളിച്ച ആളാണ് ഈ പ്രതിഭ. അന്ന് പ്രതിഭക്ക് ഒരു മനസാക്ഷിക്കൊന്നും തോന്നിയില്ലല്ലോ. ഇപ്പൊ പ്രതിഭ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്, അയ്യോ എന്നെ ആക്ഷേപിച്ചവരൊക്കെ മാപ്പ് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ശിക്ഷിച്ചു. പക്ഷെ പ്രതിഭ എപ്പോഴെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പ്രതിഭ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പ്രതിഭ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഇതേപോലെ വളരെ വളരെ കൃത്യമായ രീതിയിൽ പ്രതിഭയുടെ ഇടപെടലുകൾ നേരത്തെ പ്രതിഭ ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ നിരവധി പ്രസ്താവനകൾ നടത്തിയതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ഇവരുടെ കാര്യം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിട്ട ബർമുഡ നിങ്ങളിട്ട ട്രൗസർ, അത് തന്നെ, ഞങ്ങളിട്ടാൽ ബർമുഡ നിങ്ങളിട്ടാൽ ട്രൗസർ. അപ്പോഴാണ് നമ്മുടെ ജോയ് മാത്യുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ലീഗ് വീണ്ടും മാതൃകയാകുന്നു. കായംകുളത്തെ വനിതാ സ്ഥാനാർത്ഥിയെ വാക്കാൽ മുറിപ്പെടുത്തുന്ന പരാമർശം നടത്തി എന്നതിന്റെ പേരിൽ അയാൾ മാപ്പു പറഞ്ഞു. എന്നാൽ അതവിടെ അവസാനിപ്പിക്കാതെ അയാളെ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കാണിച്ച ആ തീരുമാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ ധാർമ്മികത. ജോയ് മാത്യു പറയുകയാണ്, ഈ കഥയിലെ സ്ത്രീ കഥാപാത്രം ഒരു വീഡിയോയിലൂടെ മാധ്യമപ്രവർത്തകരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിച്ചതിന് ഇന്ന് വരെ അവർ മാപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്നത് അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ധാർമ്മികത. ജോയ് മാത്യു വളരെ കൃത്യമായി CPM-ന്റെ രാഷ്ട്രീയ ധാർമ്മികത എന്താണെന്ന് പറയുന്നു. അതേസമയം ലീഗിന്റെ രാഷ്ട്രീയ ധാർമ്മികത എന്താണെന്ന് പറയുന്നു. ലീഗ് എന്ത് ചെയ്തു? ഇത് പറഞ്ഞ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഖേദം പ്രകടിപ്പിച്ചു. പക്ഷെ CPM-ഓ ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതിന്റെ അങ്ങേപ്പുറം പറഞ്ഞിട്ട് ഒരു മാപ്പ് പറച്ചിലുമില്ല, ഒരു ഖേദപ്രകടനവും ഇല്ല, ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കലും ഇല്ല, ഒന്നുമില്ല. ഇതാണ് CPM-ന്റെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് ജോയ് മാത്യു കുറ്റപ്പെടുത്തുന്നു കേട്ടോ. സൈബർ ഇടങ്ങളിൽ മാത്രമല്ല, കിട്ടുന്ന വേദികളിലെല്ലാം പരസ്യമായി സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വളിച്ച ചിരി ഉയർത്തുന്ന അശ്ലീലന്മാർ നേതാക്കളായിട്ടുള്ള ഒരു പാർട്ടിയുണ്ട് നമുക്ക്. ആ പാർട്ടി ഏതാണ്? CPM. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇത്രയും അശ്ലീലമായ ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM മാത്രമാണെന്ന് ജോയ് മാത്യു തുറന്നടിക്കുകയാണ് കേട്ടോ. എന്താണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് അവർ മുസ്ലിം ലീഗിനെ കണ്ടുപിടിക്കട്ടെ എന്നാണ് ജോയ് മാത്യു പറയുന്നത്. എന്താണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് CPM മുസ്ലിം ലീഗിനെ കണ്ടുപിടിക്കട്ടെ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ദേശാഭിമാനി ഇക്കാര്യത്തിൽ രോഷം കൊണ്ടത്, എങ്ങനെയാണ് മറ്റു പത്രങ്ങൾ ഇത് അവതരിപ്പിച്ചത്. ഈ പ്രതിഭയുടെ കരച്ചിൽ നിങ്ങൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പ്രതിഭ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു നോക്കുക. അപ്പോൾ ഏതിനാണ് തീവ്രത കൂടിയത്? ആ തീവ്രത കൂടിയ അധിക്ഷേപം നടത്തിയത് പ്രതിഭയായിരുന്നു. അന്ന് പ്രതിഭ ഇതൊക്കെ നടത്തിയിട്ട് ഇത്ര കാലം കഴിഞ്ഞിട്ടും പ്രതിഭക്ക് ഒന്ന് ഖേദപ്രകടനം നടത്തണമെന്ന് തോന്നിയിട്ടില്ല. അപ്പോഴാണ് ജോയ് മാത്യുവിന്റെ ഈ വാക്കുകൾ പ്രസക്തമാകുന്നത്. അതാണ് പറയുന്നത്, ഈ ഇലക്ഷൻ കാലത്ത് കള്ളക്കരച്ചിലും പൂങ്കണ്ണീരുമായിട്ട് ഇങ്ങനെ നടക്കും. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് വികസനം പറഞ്ഞിട്ടാണ് വോട്ട് തേടേണ്ടതിന് പകരം ഇവിടെ മോണാക്റ്റും മിമിക്രിയും അല്ലേ. പ്രതിഭയുടെ വാക്ചാതുരി കൊണ്ടും അവരുടെ ശരീര അഴക് കൊണ്ടും അത് വിൽപ്പനക്ക് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുപ്പിൽ നേരിടുന്നു. തീർച്ചയായും അത് അധിക്ഷേപ പരാമർശം തന്നെയാണ്. കാരണം ഒരു സ്ത്രീക്ക് അഴകുണ്ട്, ഭംഗിയുണ്ട് എന്നൊന്നും പറയുന്നത് അധിക്ഷേപമല്ല. പക്ഷേ ഈ ലീഗ് നേതാവ് പറഞ്ഞതാണ്, അവരുടെ വാക്ചാതുരി കൊണ്ടും അവരുടെ ശരീര അഴക് കൊണ്ടും അത് വിൽപ്പനക്ക് വെച്ചുകൊണ്ട്, അല്ലെ, അത് ശരിയല്ല, അത് വിൽപ്പനക്ക് വെച്ചുകൊണ്ട് അവര് ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അവർ ചെയ്യാത്ത പ്രവർത്തനങ്ങളുടെ ഒക്കെ അത് മറച്ചു പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതെന്തായാലും സ്ത്രീ വിരുദ്ധ പരാമർശമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള പൊതുവേദികളിൽ വെച്ച് പ്രസംഗത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ചെയ്യേണ്ടത് അത് പറഞ്ഞ ആള് ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ ലീഗ് നേതാവ് ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹത്തെ ലീഗ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക തിരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞല്ലോ. ഇതിന്റെ അങ്ങപ്പുറത്ത് ഇയാളെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ലീഗ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ
ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മനോരമ വാർത്തയിൽ ഒരു കാര്യം കൂടി പറയുന്നു. യോഗത്തിലേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും M ലിജുവും എത്തുന്നതിന് മുൻപായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീവിരുദ്ധ പ്രസംഗം ഈ ഇർഷാദ് നടത്തുന്ന സമയത്ത് സ്റ്റേജിൽ ആരുണ്ടായിരുന്നില്ല? കായംകുളത്ത് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായ M ലിജു ഉണ്ടായിരുന്നില്ല, നമ്മുടെ KC വേണുഗോപാലും ഉണ്ടായിരുന്നില്ല. ഈ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. ഇവരുടെ അഭാവത്തിലാണ് ഇങ്ങനെയൊരു സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയത്. ഏതായാലും അതിനുശേഷം ലിജു നേരിട്ട് തന്നെ ഖേദപ്രകടനം നടത്തുകയുണ്ടായി. ആ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന രീതിയിൽ ലിജു വളരെ കൃത്യമായി ലിജുവിന്റെ ഖേദപ്രകടനം നടത്തി കേട്ടോ. പക്ഷെ നമ്മുടെ ദേശാഭിമാനി പിന്നെ അറിയാലോ, കള്ളം മാത്രം പറയുന്ന ദേശാഭിമാനി അത് കുറേയും കൂടിയൊക്കെ മസാലയൊക്കെ ചേർത്തിട്ട് ഒരു മസാല ഫ്രൈ ആക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ തന്നെയാണ് ഈ വാർത്ത കൊടുത്തത്. അതിങ്ങനെയാണ്: വിങ്ങിപ്പൊട്ടി പ്രതിഭ, സ്ത്രീത്വത്തെ അപമാനിച്ച് UDF. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ശരീര അധിക്ഷേപം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ച UDF നേതാവിന്റെ ക്രൂരതയിൽ വിങ്ങിപ്പൊട്ടി കായംകുളം MLA U പ്രതിഭ. എന്നിട്ട് പറയുന്നു, നാച്ചാതുരി കൊണ്ടും ശരീര അഴക് കൊണ്ടും അതെല്ലാം വിൽപ്പനയ്ക്കായി വെച്ചുമാണ് കായംകുളം LDF സ്ഥാനാർത്ഥി U പ്രതിഭ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നായിരുന്നു അധിക്ഷേപം. ആ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് പറയുന്നു, UDF കൺവെൻഷനിൽ മണ്ഡലം കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഷാദിന്റെ പരാമർശം മറ്റു നേതാക്കൾ തിരുത്തിയതുമില്ല അത്രേ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, DCC പ്രസിഡന്റ് D ബാബു പ്രസാദ്, UDF സ്ഥാനാർത്ഥി M ലിജു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അധിക്ഷേപം. ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു അത്രേ ഈ അധിക്ഷേപം എന്ന് ദേശാഭിമാനി പറയുന്നു. മനോരമ പറയുന്നു, ഈ പറയുന്ന ദൗർഭാഗ്യകരമായ ഈ ഒരു അധിക്ഷേപം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ആ വേദിയിലേക്ക് ആര് വരുന്നത്? ഈ KC വേണുഗോപാലും ലിജുവും വരുന്നത്. പക്ഷെ ദേശാഭിമാനി പറയുന്നു അതല്ല, ലിജുവിന്റെ അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ ഈ രണ്ടുപേരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇർഷാദ് ഈ പറയുന്ന ഒരു പ്രസ്താവന നടത്തിയത്. എന്നിട്ടും ഈ രണ്ടുപേരും പ്രതികരിച്ചില്ല. ആര് പറയുന്നതാ കള്ളം? ആര് പറയുന്നതാണ് കള്ളം? മനോരമ പറയുന്നതാണോ ദേശാഭിമാനി പറയുന്നതാണോ കള്ളം? നിങ്ങൾ തീരുമാനിക്കുക. ദേശാഭിമാനി പറയുന്നതാണോ അതല്ല മനോരമ പറയുന്നതാണോ? ഇനി അതിനുശേഷം ചാനലുകളിൽ വാർത്തയാകുകയും വൻ പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ കേവലം ഖേദപ്രകടനം കൊണ്ട് വിഷയം അവസാനിക്കില്ലെന്ന് U പ്രതിഭ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചു എന്ന് ദേശാഭിമാനി പറയുന്നു. അപ്പൊ പ്രതിഭ പറയുന്ന അത്ര ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടൊന്നും ഇത് തീരില്ല എന്ന് പ്രതിഭയും പറയുന്നു. ഈ പ്രതിഭ അത് സംബന്ധിച്ച നിയമ നടപടിയിലേക്ക് പോവുക എന്നായിരിക്കും അർത്ഥമാക്കിയത്. ശരി. അതിനുശേഷം ഇർഷാദിന്റെ പരാമർശം ഞെട്ടലോടെയാണ് കേട്ടത്. സ്ത്രീ സമൂഹത്തിന് എതിരെയുള്ള ആക്രമണമാണിത്. KC വേണുഗോപാലും വനിതാ നേതാക്കളും അടക്കമുള്ളവർ പരാമർശം തിരുത്താൻ ഇടപെടാതിരുന്നത് വേദനിപ്പിച്ചു. പ്രതിഭ പറയാണ് കേട്ടോ. തിരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യാതെ വ്യക്തിപരമായി തന്നെ തേജോവധം ചെയ്യുകയാണ്. ഇർഷാദിനെതിരെ കളക്ടർ, പോലീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകുമെന്നും വിതുമ്പലിനിടെ അവർ പറഞ്ഞു. ഇവിടെയും വിതുമ്പലുണ്ട്. വൻ പ്രതിഷേധം ഉയർന്നതോടെ ഇർഷാദിനെ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ളൊരു കാര്യം അവസാനം പറയുന്നുണ്ട്. പക്ഷെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ള കാര്യം ദേശാഭിമാനി മറച്ചു വെക്കുന്നു. അപ്പൊ ഇർഷാദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇർഷാദ് ഖേദപ്രകടനം നടത്തി എന്നതിൽ പറയുന്നുണ്ട്. പ്രതിഭ പറയുന്നു അതുകൊണ്ടായില്ല. ഈ UDFന്റെ ഈ പ്രത്യേക പദവിയിൽ നിന്ന്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പദവിയിൽ നിന്ന് മാറ്റി എന്നുള്ള കാര്യം ഏറ്റവും അവസാനം പറയുന്നു. പക്ഷെ ലീഗിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ള കാര്യം ദേശാഭിമാനി മൂടി വെക്കുന്നു. മാത്രമല്ല ആ വേദിയിൽ ആരുണ്ടായിരുന്നു? KC വേണുഗോപാലും ലിജുവും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറയുന്നു. അത് മനോരമ പറയുന്നു അങ്ങനെയല്ല, അവര് അതിനുശേഷമാണ് വന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു സംഭവം ഉണ്ട്. ജീർണമായ രാഷ്ട്രീയ മനോഭാവം. ആരാ പറയുന്നത്? നമ്മുടെ കാരണഭൂതം പറയാണ്. ജീർണമായ രാഷ്ട്രീയ മനോഭാവം. U പ്രതിഭയ്ക്കെതിരെ കായംകുളം മണ്ഡലത്തിലെ UDF കൺവീനർ നടത്തിയ സ്ത്രീവിരുദ്ധവും അപമാനകരവുമായ പരാമർശങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപ്രവർത്തക ആയതിനാൽ ഒരു വനിതയെ ഹീനമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയാണ് എന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത് കേട്ടോ.